ആത്മസന്തോഷം കൊണ്ട നന്ദിപ്പ ആത്മസന്തോഷം കൊണ്ട നന്ദിപ്പ ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ ഇന്നാത്മമാരി നിറയ്ക്കണമേ ദൈവത്തിൻ്റെ തേജസ്സിന്നു ഇവിടെ ദൈവത്തിൻ്റെ തേജസ്സിന്നു ഇവിടെ പ്രകാശിക്കവേ നാം വെളിച്ചമായി പ്രകാശിക്കവേ നാം വെളിച്ചമായി പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ സ്വർഗസന്തോഷം കൊണ്ട നന്ദിപ്പാൻ സ്വർഗസന്തോഷം ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുക പോലുരുക്കേണമേ ഇന്നു മെഴുക പോലുരുക്കേണമേ ആത്മനീലങ്ങളെ ഒരു കീടുമോ ആത്മനീലങ്ങളെ സ്വർഗസിയോനിനെ വിട്ട് വീണപ്പാൻ സ്വർഗസിയോനിനെ വിട്ട് വീണപ്പാൻ നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാവുമ്പോ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാവുമ്പോ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ആത്മസന്തോഷം കൊണ്ട നന്ദിപ്പ ആത്മസന്തോഷം കൊണ്ട നന്ദിപ്പ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ കണ്ണുകളടയ്ക്കാം പിതാവേ സ്വർഗീയ രാജാവേ ഭാരത്തോട് വേദനയോട് നിരാശയോട് നെടുവീർപ്പോട് തകർന്ന ഉള്ളങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധി കടന്നു വന്നിരിക്കുന്ന പ്രിയമക്കള് മാറോടണച്ച് ആശ്വസിപ്പിച്ചങ്ങ് പറഞ്ഞേക്കുന്നതിനായിട്ട് സ്തോത്രം പുരുഷാർത്ഥി കണ്ട് മനസ്സലിഞ്ഞ് സ്വർഗീയ പിതാവേ ഈ മക്കളോടങ്ങ് മനസ്സലിഞ്ഞ് അങ്ങയുടെ അത്ഭുതകര സ്പർശനത്തെ നിന്റെ മക്കളുടെ കണ്ണീർ തുടച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞേക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ ഓരോ പ്രാർത്ഥനാ വിഷയത്തിനും അങ്ങ് അത്ഭുത മറുപടി നൽകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം സ്വർഗീയ രാജാവേ അങ്ങ് അരുളി ചെയ്യണം അടിയങ്ങൾ കേൾക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ആരുമരക്ഷകനാം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ഇരിക്കാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ യെശയ്യാപ്രവചന പുസ്തകം 43 അധ്യായം അതിന്റെ 18-19 വചനം നമുക്ക് ശ്രദ്ധിക്കാം യെശയ്യാപ്രവചന പുസ്തകം 43 അധ്യായം അതിന്റെ 18-19 വചനം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു
മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമായി കർത്താവ്, നിങ്ങൾ പലരും പണ്ട് കഴിഞ്ഞ കാലം നല്ല അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ കാലത്ത് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. കഴിഞ്ഞ കാലം നല്ല സമ്പത്തുണ്ടായിരുന്നു, ഇപ്പോൾ കടബാധ്യത മാത്രം മിച്ചം. കഴിഞ്ഞ കാലം എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ ജോലിയില്ല. ഭാരപ്പെടേണ്ട. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതും ചെയ്യുന്നു. കർത്താവിതാ നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തില് പുതിയ വഴികൾ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ പുതുവർഷം ദൈവമക്കൾക്ക് പുതിയ വഴികൾ ഒരുക്കി തന്ന്, തുറന്നു തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതി കാത്തിരുന്ന ദിവസങ്ങള്, കാത്തിരുന്ന വർഷങ്ങള്. എന്റെ ഭവനത്തിൽ ബാക്കി എല്ലാവർക്കും ജോലിയുണ്ട്. മാതാപിതാക്കൾ ഉദ്യോഗസ്ഥരായിരുന്നു. കൂടപ്പിറപ്പുകളും അവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും എല്ലാവരും ജോലിക്കാരായി ആയിരുന്നു. ആ ഒരവസ്ഥയില് ജോലിയില്ലാതെ വളരെ മനോഭാരത്തോടുകൂടെ ഞാൻ ദൈവസന്നിധി കാത്തിരിക്കുകയായിരുന്നു. ദൈവമായി കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ വർഷം മറുപടി അയച്ചു തന്നില്ല. രണ്ടാമത്തെ വർഷം മറുപടി വന്നില്ല. മൂന്നാമത്തെ വർഷം ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മറുപടി വന്നില്ല. നാലാമത്തെ വർഷം വന്നില്ല. അഞ്ചാമത്തെ വർഷം ടെസ്റ്റുകൾ എഴുതി കാത്തിരുന്ന എന്റെ ഭവനത്തില് ദൈവം 5 സർക്കാർ ഉത്തരവ്, വിവിധ സ്ഥലത്ത് 5 ഉദ്യോഗം ഒരുമിച്ച് അതിനുള്ള ഓർഡർ എന്റെ ഭവനത്തില് അയച്ചു തന്നു. ആ സമയത്ത് ഏത് ജോലിക്ക് പോണം, ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു, ഒരു കലക്കമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരു കാലത്ത് ഒരു ചെറിയ ജോലി പോലും ഇല്ലാതെ ഭാരത്തോടായിരുന്നു അന്ന്. ആ ദിവസങ്ങളിൽ ദൈവം എന്നോട് ഇടപെടുമായിരുന്നു. ആ ദിവസങ്ങളിൽ എന്റെ വിഷമതകൾ ദൈവസന്നിധിയിൽ ഞാൻ പറയുമായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതോ 5 വർഷം കഴിഞ്ഞിട്ട്. ആ ദിവസങ്ങളില് വളരെ വചനവായനയോടും പ്രാർത്ഥനയോടും കൂടെ സൈലന്റായിട്ട്, നിശബ്ദമായിട്ട് ദൈവസന്നിധിയില് എന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ദൈവശബ്ദം കേൾപ്പാനായിട്ട് കാത്തിരുന്ന ദിവസങ്ങൾ. എന്നാൽ നമ്മൾ മനുഷ്യൻ ആശ്രയിച്ചിരുന്ന ഈ സ്ഥലത്ത് ഒരു എംപ്ലോയ്മെന്റ് ഓഫീസർ ഞങ്ങളുമായിട്ട് അടുത്ത പരിചയമുണ്ട്. ആ എംപ്ലോയ്മെന്റ് ഓഫീസറെ ആശ്രയിച്ചാൽ എംപ്ലോയ്മെന്റ് ഓഫീസർ ജോലി തരുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ ഞാനും എന്റെ മാതാവും എന്റെ അമ്മയും ഇല്ല, എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടെ ഈ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോഴ് എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ ഭാര്യ വളരെ സൽക്കരിച്ചു പറഞ്ഞു, സാർ ഇവിടെ ഇല്ല, സാർ വെളുപ്പം കാലത്തെ പോകും, പൊയ്ക്കളയും, അതുകൊണ്ട് നാളെ അതിരാവിലെ വന്നാ കാണും. അപ്രകാരം വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടെ അടുത്ത ദിവസം രാവിലെ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ ഭവനം നോക്കി ചെന്നു. എംപ്ലോയ്മെന്റ് ഓഫീസർ ഒരു കൂസലും ഇല്ലാതെ എന്നെ നോക്കി ചോദിക്കുകയാണ്, ഓ സാറിന്റെ മോളാണോ കടന്നു വന്നിരിക്കുന്നത്? നിനക്ക് പഠിച്ച് ടെസ്റ്റ് എഴുതി ഒരു റാങ്ക് ലിസ്റ്റ് കയറി പൊക്കൂടെ? എംപ്ലോയ്മെന്റ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നോ? ജോലി തരാനില്ല. ജോലി മുഖത്ത് നോക്കി പറഞ്ഞു, ജോലി ഞാൻ തരുകയില്ല. എന്നാൽ ഇന്ന് ആ എംപ്ലോയ്മെന്റ് ഓഫീസർ ഇവിടെ വന്ന് ആരാധനയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്താൻ തക്കവണ്ണം ദൈവം കുട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. വളരെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അമ്മയുമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടെ ഓഫീസറെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴ് ഓഫീസർ നോ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ ജോലി 10-20 വർഷം മുമ്പാണ്. അന്ന് ജോലിക്കുള്ള പ്രതിഫലം ട്യൂട്ടറായിട്ടാണ്, 100 രൂപയാണ്. ആ ഒരു ജോലി എന്റെ പിതാവിന്റെ ഒരു പരിചയക്കാരൻ അടുത്തുള്ള വേറൊരു ഓഫീസിലൊരു ട്യൂട്ടറിന്റെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിലോട്ട് എന്റെ പിതാവിനോട് ചോദിച്ചു, മകൾ ഡിഗ്രി എടുത്ത് വെറുതെ നിൽക്കുകയല്ലേ, വെറുതെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ട്യൂട്ടറായിട്ട് ജോലി നോക്കിയാ എന്താ? അപ്രകാരം ആ ട്യൂട്ടർ പോസ്റ്റിലോട്ട് എനിക്ക് ഓഫീസർ, അത് വളരെ ചെറിയ പണിയാണ്, അവർക്ക് ഓഫീസർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ 100 രൂപയ്ക്കുള്ള ട്യൂട്ടർ പോസ്റ്റിലോട്ട് തന്നെ നിയമിച്ചു. ഞാൻ ആ പോയ ആ സ്ഥാപനത്തില് അതുവരെയും SSLC റിസൾട്ട് പൂജ്യമായിരുന്നു. ദൈവം കൃപ ചെയ്തു. ഞാനവിടെ പോയി കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തു. 100-50% റിസൾട്ട് ദൈവം ആ വർഷം കൊടുത്തു. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവർ പിന്നെ ട്യൂട്ടർ പോസ്റ്റിൽ എന്നെ തുടരാൻ അനുവദിച്ചില്ല. ആ സമയത്ത് എനിക്ക് വളരെ വിഷമമുണ്ടായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയം ഞാനിങ്ങനെ എന്റെ ഭർത്താവിനോട് പറഞ്ഞ ആ ട്യൂട്ടർ പോസ്റ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ പോയി കുട്ടികളെ പഠിപ്പിക്കാമായിരുന്നു. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടെ ഒരു മന്ത്രിയെ കാണാൻ പോയി. മന്ത്രിയും നോ പറഞ്ഞു. ആ അവസ്ഥയില് വളരെ ഭാരത്തോടെ ഭവനത്തിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവസേനയെ കാത്തിരുന്നു. പ്രാർത്ഥിച്ച ആദ്യത്തെ വർഷം മറുപടി വന്നില്ല, രണ്ടാമത്തെ വർഷം മറുപടി വന്നില്ല, മൂന്നാമത്തെ വർഷം മറുപടി വന്നില്ല, നാലാമത്തെ വർഷം മറുപടി വന്നില്ല. അഞ്ചാമത്തെ വർഷം എഴുതിയ എല്ലാ ടെസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും ഫസ്റ്റിൽ വരാൻ തക്കവണ്ണം, മെറിറ്റിൽ വരാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. സെക്രട്ടേറിയറ്റ് റാങ്ക് ടെസ്റ്റിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കരത്തിലെടുത്ത് വിചാരിച്ചു. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ MA തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയായിരുന്നു. ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തില്ല. എല്ലാ ക്വസ്റ്റ്യൻസും ദൈവം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ പേപ്പറിൽ ചോദിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചു, സെക്രട്ടേറിയറ്റ് ടെസ്റ്റില് ആദ്യം 100 പേർക്ക് അവർക്ക് പോസ്റ്റിംഗ് കൊടുത്താൽ ആദ്യത്തെ മെറിറ്റില് വരാൻ തക്കവണ്ണം ദൈവം എന്നെ ശക്തീകരിച്ചു. എഴുതി പഠിച്ചെഴുതി പാസ്സാകാനായിട്ട് ദൈവം കൃപ തന്നു. ഒരു റാങ്ക് ലിസ്റ്റിലല്ല, 5 ഉദ്യോഗത്തിന് വീട്ടില് ഓർഡർ വന്നു. ആദ്യമായിട്ട് കോഴിക്കോട് ഗവൺമെന്റ് വനിതാ ITIയില് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ടാണ് ദൈവം എനിക്ക് നിയമനം തന്നത്. അവിടെ ആയിരുന്നോണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ജോലി വേണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭവനം വിട്ടു പോയിട്ടില്ല. വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഇതാ ജോലി കിട്ടിയപ്പോ ഞാൻ നാട് വിട്ടു പോകേണ്ടി വരുന്നോ? എനിക്ക് ഭവനം വിട്ടു പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റൂലായിരുന്നു. അങ്ങനെ ആ ദേശത്തായിരുന്നു ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ എന്റെ സ്വദേശത്ത് എനിക്ക് ജോലി തന്ന് എന്നെ മാനിക്കണം. ആ സമയത്ത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ തക്കവണ്ണം ലിസ്റ്റ് ക്യാൻസൽ ആയ ലിസ്റ്റിൽ നിന്ന് ക്യാബിനറ്റിലെ തീരുമാനം എടുത്തുകൊണ്ട് ഇത്ര പേരെ കൂടെ നിയമനം നടത്തണമെന്ന് ക്യാബിനറ്റിലെ ഡിസിഷൻ കൊടുത്തുകൊണ്ട് ദൈവം എനിക്ക് എവിടെ സെക്രട്ടേറിയറ്റ് റാങ്ക് ലിസ്റ്റില് പോസ്റ്റിംഗ് തന്ന് ദൈവം എന്നെ മാനിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജോലിയില്ലാതെ ഭാരത്തോടെ വന്നവർ ഒന്ന് എഴുന്നേറ്റാട്ടെ. ടെസ്റ്റ് എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരത്തോടെ വന്നിരിക്കുന്നവർ എഴുന്നേറ്റാട്ടെ. അല്ല കൂലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റാട്ടെ. വിദേശത്ത് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റാട്ടെ. ഇന്ന് ഒരു സഹോദരൻ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് പാസ്പോർട്ട് എടുത്തു, വിസയ്ക്ക് പണവും കൊടുത്തു, വിസ വരുന്നില്ല, യാതൊരു ഫലവുമില്ല. ആ സഹോദരൻ ഒന്ന് ചെയ്തു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ക്യൂവിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ പാസ്പോർട്ട് എടുത്ത് എന്റെ മുമ്പിൽ ഇത് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കർത്താവ് ഈ സഹോദരന്റെ നിലവിളി എന്നെ കേൾപ്പിച്ചു. ആഴത്തിലുള്ള നിലവിളി. വിദേശത്ത് പോകാനായിട്ട് പാസ്പോർട്ട് എടുത്തു വെച്ചൊക്കെയാണ്. ഒരു പലയിലും ഒന്നും ആ സഹോദരൻ സംസാരിച്ചില്ല. ഞാൻ ആ സഹോദരനോടൊന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് ഇങ്ങനെ മുക്കി തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിച്ച് എന്നെ കാണിച്ചുകൊണ്ട് ഇവിടെ ലൈന് നിൽക്കുകയാണ്. കർത്താവേ ഈ സമയത്ത് ഈ സഹോദരന്റെ വിസ വരട്ടെ. ഉടനെ ഈ സഹോദരനെ അങ്ങ് വിദേശത്ത് അയക്കുന്നതിനായിട്ട് സ്തോത്രം. ഇവിടെ പ്രാർത്ഥിച്ചയച്ചു. ഭവനത്തിൽ ചെന്നപ്പോ വിസ റെഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് മറുപടിയില്ലാതെ തളർന്ന് നിരാശപ്പെട്ട് വന്നെന്നിരിക്കാം. എന്നാൽ ഈ 7 സഹോദരൻ വന്നു പാസ്പോർട്ട് നിവർത്തിപ്പിടിച്ചു കൊടുക്കുകയാണ്. വർഷങ്ങളായിട്ട് സഹോദരൻ കണ്ണീരിട്ടു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, പാസ്പോർട്ട് ഉയർത്തിപ്പിടിച്ചു, ഒരു ഫലവുമില്ല. കർത്താവിന്റെ ദാസിയടിയെ നിലവിളിച്ച സമയത്ത് സ്വർഗം തുറന്നു, മറുപടി വന്നു. ആ സഹോദരൻ വിദേശത്ത് പോയി അനുഗ്രഹ സമൃദ്ധിയോടെ മടങ്ങി വന്നിരിക്കുന്നു. അതേ കർത്താവ് ജോലിയില്ലാതെ ഭാരത്തോടെ നിൽക്കുന്നവർക്ക് ഇതാ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് ഇതാ സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് ജോലി നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു. നിങ്ങളുടെ മക്കൾ എത്തിയിട്ടില്ല എങ്കിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കരമുയർത്തുക. ജോലിക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തുക. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തുക. പിതാവ് അങ്ങയുടെ അത്ഭുത കരം പതിപ്പിച്ച് സ്വർഗത്തിൽ ദൈവമേ ഈ മക്കൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിങ്ങിലോട്ട്, ആഗ്രഹിക്കുന്ന സീറ്റിലോട്ട് ഈ മക്കൾക്ക് പോസ്റ്റിംഗ് കൊടുത്ത് ഈ നിയമനം നൽകി ഈ മക്കളുടെ കണ്ണീർ തുടയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ച് കരമുയർത്തി നിൽക്കുന്ന ഓരോ പ്രിയ മക്കളെയും അങ്ങ് വിദേശത്ത് അയക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ആഗ്രഹിച്ച് ഉപജീവന മാർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം.
ഈ ദേശത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി, കൂലിവേലയ്ക്ക് വേണ്ടി, എളിയ പണികൾക്ക് വേണ്ടി അങ്ങയുടെ സന്നി പ്രാർത്ഥിക്കുന്ന 7 ജനത്തിന് അങ്ങ് അത്ഭുത വഴികൾ തുറന്നു കൊടുക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മുമ്പുള്ളവ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവ നിങ്ങൾ നിരൂപിക്കാൻ വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്ന വചനപ്രകാരം ഈ മക്കൾക്ക് വേണ്ടി അങ്ങ് പുതിയ ജോലികൾ ഒരുക്കി നൽകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം പുതിയ ഉപജീവന മാർഗങ്ങള് ഈ മക്കൾക്കായിട്ട് അങ്ങ് ഒരുക്കി നൽകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. എല്ലാവർക്കും ഇരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഉദ്ദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരംകുളം ഭാഗത്തു നിന്ന് ഒരു ടീച്ചർ തനിക്ക് കരൾ പഴുത്തുപോയി, ഡോക്ടർമാർ കരൾ മുറിച്ച് മാറ്റണമെന്ന് കരളിൽ നിന്ന് പഴുപ്പ് കുത്തിയെടുത്തിട്ട് നിലവിളിയോടെ ഈ ടീച്ചർ, ഈ മാതാവ് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ഏത് സമയത്ത് ഈ മാതാവിന്റെ കരളിലെ പഴുപ്പ് മാറ്റണം, മാതാവിന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ തന്നെ, അടിയൻ ഫോണിലൂടെ പ്രാർത്ഥിച്ച ക്ഷണത്തിൽ തന്നെ സ്വർഗത്തിൽ ദൈവം ആ മാതാവിന്റെ കരളിലെ പഴുപ്പ് മാറ്റി പുതിയൊരു കരൾ ആ മാതാവിന് നൽകി. ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർമാരെ അതിശയിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ നടന്നില്ല. പഴുത്ത കരൾ ദൈവം മാറ്റിവെച്ച് പുതിയ കരൾ കൊടുത്തു. ഇന്നും ആ മാതാവ് ഈ ആരാനെ കടന്നു വന്നോണ്ടിരിക്കുന്ന സൗഖ്യത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ അത്ഭുതം എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതെ, നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ച മനുഷ്യൻ നോ പറയും. വളരെ പ്രതീക്ഷയോടുകൂടെ എംപ്ലോയ്മെന്റ് ഓഫീസർ ഭവനത്തിൽ കടന്നു എന്നെ എംപ്ലോയ്മെന്റ് ഓഫീസറൊന്നും നിങ്ങൾക്ക് തരാൻ ഇവിടെ ജോലിയൊന്നുമില്ല, പഠിച്ചെഴുതി ടെസ്റ്റ് എഴുതി പാസ്സായിക്കൊള്ളാം. പഠിക്കാൻ ദൈവം ജ്ഞാനം തരും. ദൈവം ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ദൈവം നിങ്ങളെ ആക്കി വയ്ക്കും. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തില് ഇതാ അരാം രാജാവിന്റെ സൈന്യാധിപൻ നയമാൻ വളരെ പ്രതീക്ഷയോടുകൂടെ എലീശയുടെ ഭവനത്തിലോട്ട് കടന്നു വരികയാണ്. എലീശ ദൈവ തിരുമുഖം ദർശിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ ദൈവ ശബ്ദം കേട്ടുകൊണ്ട് ഇതാ അരാം രാജാവിന്റെ സൈന്യാധിപൻ നയമാനോട് പറയുകയാണ്, നീ പോയി യോർദാൻ നദിയില് മുങ്ങുക. ദൈവത്തിന്റെ ആലോചന ദൈവദാസൻ കേട്ടതുപോലെ ദൈവദാസൻ അരാം രാജാവിന്റെ സൈന്യാധിപനെ കേൾപ്പിച്ചു. ഇത് കേട്ടപ്പോഴ് സൈന്യാധിപൻ നയമാന് ഇഷ്ടമായില്ല. നയമാൻ വിചാരിച്ചത് പ്രവാചകൻ തന്റെ ഭവനത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഷാഖാന്റെ ഒന്ന് ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു സൽക്കാരം നടത്തി ഇരിക്കണം വായിലെന്ന് ഇരുത്തി ഒരു 2-3 മണിക്കൂറെങ്കിലും വിഷയം കേട്ട് പ്രാർത്ഥിക്കും. ഇല്ല, സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മാരോട് ദാസിമാരോട് അന്ന് സംസാരിച്ചത് ഇന്നും സംസാരിക്കുന്നുണ്ട്. ഒരു 7-ആയ സഹോദരി ഭവനമില്ലാതെ നിലവിളിയോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിലവിളിച്ചു. വിഷയം ചോദിക്കുമ്പോൾ ആ സഹോദരി കരയുകയായിരുന്നു. വളരെ സമയം ഈ സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി കാതോർത്തും കർത്താവിന്റെ അടുത്തുനിന്ന് ഫോൺ വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് കർത്താവിന് ആ സഹോദരി വിളിച്ച് എന്താ വിഷയം ഒന്ന് കേൾക്കുക. കേട്ട ക്ഷണത്തിൽ പറഞ്ഞു, ലിസ്റ്റില് പേരില്ല, ഭവനമില്ല, ഉള്ള ഭവനം ഇവര് തരുമെന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് അടുക്കിയിട്ടേക്കാണ്. ഭവനമില്ല, ഞങ്ങൾ തെരുവിൽ കിടക്കുകയാണ്, ഭവനം വയ്ക്കാനുള്ള സാഹചര്യമില്ല. എന്നാൽ ഏത് സമയത്ത് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, സ്വർഗത്തിലെ ദൈവം ലിസ്റ്റിലെ പേരില്ലെങ്കിൽ ലിസ്റ്റിൽ കയറ്റി ഭവനം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നയമാൻ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടെ നയമാന്റെ ചിന്താഗതി ദൈവദാസൻ അടുക്കൽ വരും, എന്റെ തലമേൽ കരം പതിപ്പിച്ച് മണിക്കൂറുകളോളം നിലവിളിക്കും, ആ സമയത്ത് എനിക്ക് സൗഖ്യം കിട്ടും. നയമാന്റെ ബുദ്ധി അവിടെ പ്രവർത്തിച്ചില്ല, നയമാന്റെ ആലോചനയും പ്രവർത്തിച്ചില്ല. സ്വർഗത്തിലെ ദൈവം എലീശ എന്ന തന്റെ ദാസനോട് അരുളി ചെയ്തു, അതെ, യോർദാൻ നദിയിൽ പോയി മുങ്ങുക. അപ്രകാരം നയമാൻ പോയി മുങ്ങിയ സമയത്ത് അളിഞ്ഞ ചീഞ്ഞളിഞ്ഞ കുഷ്ഠരോഗ ബാധയോടുകൂടെ ഇരുന്ന നയമാന്റെ ശരീരം പുതിയ ബാലന്റെ ദേഹം പോലെ. ഹല്ലേലൂയ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട,
പണ്ടുള്ളത് നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തില് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയാല് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് ഒരു ഗസറ്റഡ് റാങ്ക് ഓഫീസറായിട്ട് ദൈവം എന്നെ ഉയർത്തി മാനിച്ചിരിക്കുന്നു. ഞാൻ ആയിരുന്ന ആ ഡിപ്പാർട്ട്മെന്റില് ഒരു സീനിയർ IAS ഓഫീസർ താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്റെ പേരിൽ പേപ്പർ വന്നു. ദൈവഭക്തനായ IAS ഓഫീസർ ആരിടത്തും തന്റെ വിഷയം പറഞ്ഞില്ല. എന്നാ ദൈവസന്നിധിയില് കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ IAS ഓഫീസറിന്റെ അവസ്ഥ ദൈവമായ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്രകാരം ഓഫീസറിന്റെ റൂമിൽ കടന്നു നിന്ന് ദൈവാലോചന കേൾപ്പിക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. കഴിഞ്ഞ വർഷം 2010 ജനുവരിയില് ഇപ്രകാരം ദൈവാലോചന ആ സീനിയർ IAS ഓഫീസറെ ദൈവം കേൾപ്പിച്ചു. എന്നിലൂടെ യോസഫിനെ കാരാഗ്രഹത്തിൽ ഇട്ടതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ ഈ ഓഫീസറിന്റെ ജീവിതത്തില് ദൈവകരം അയക്കാൻ പോകുന്നു. സാറിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതകരം സാറിന്റെ ജീവിതത്തിൽ വരാൻ പോവുക എന്ന് ഇതാ ഉദ്യോഗ കയറ്റത്തോടുകൂടെ സാറിനെ ഇതാ ദൈവം മാനിക്കാൻ പോകുന്നു. 2010 ജനുവരിയില് ദൈവ ആലോചന ആ ഓഫീസറെ കേൾപ്പിച്ചു. 2010 മാർച്ച് ആയപ്പോഴ് ആ സീനിയർ IAS ഓഫീസർ എന്നെ വിളിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം നിങ്ങളിലൂടെ കേൾപ്പിച്ച അതേ ആലോചന പ്രകാരം കേസിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുകയും എന്നെ പഴയന്റെ മുകളിലത്തെ സ്ഥാനത്ത് പ്രൊമോഷനോടുകൂടെ ദൈവം നിയമിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തില് നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൽ നാം പൂർണ്ണ ആശയം വെച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവില് നീ ആശയം വെച്ചാൽ, നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. അത് എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യോസഫിന്റെ ജീവിതത്തില് ഒരു കാരാഗ്രഹവാസം ഉണ്ടായെങ്കില് യോസഫിന്റെ ജീവിതത്തില് കൊട്ടാരത്തില് സിംഹാസന തുല്യമായിട്ടൊരു വാസം ദൈവം അവന് ഒരുക്കിയിരുന്നു. സിംഹാസനത്തിൽ നിന്ന് രാജാവിന് തുല്യമായിട്ട് കൂടെ ഇരുന്ന് ബുദ്ധി ഉപദേശിക്കാനായിട്ട് കാരാഗ്രഹത്തിൽ കിടന്ന എളിയവനായ യോസഫിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഇരുത്തി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജോലിയില്ല, ഭാരപ്പെടണ്ട, തളരണ്ട. രോഗത്തോടെ എത്തിയിരിക്കുന്ന ഭാരപ്പെടണ്ട, തളരണ്ട. തക്ക സമയത്ത് അവൻ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കും. അത് ഈ സീനിയർ IAS ഓഫീസർ എന്നോട് പറഞ്ഞു. പ്രൊമോഷൻ കിട്ടിയ ആ സമയത്തിന് ക്ഷണത്തിൽ തന്നെ തന്റെ കോൺഫിഡൻസ് അസിസ്റ്റന്റിനെ കൊണ്ട്, തന്റെ PA കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഞാൻ റൂമിൽ ചെന്നപ്പോൾ പറഞ്ഞു, ശാന്ത, നിങ്ങളിലൂടെ ദൈവം എന്നെ കേൾപ്പിച്ച ആലോചന പ്രകാരം തന്നെ ഞാനിതാ വീണ്ടും പ്രൊമോഷൻ കിട്ടി. എനിക്ക് എന്നെ അർഹതപ്പെട്ട സീറ്റിലോട്ട് ദൈവം എന്നെ കയറ്റിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ കഷ്ടതകള്, ഈ ഉപദ്രവങ്ങള്, ഈ പീഡകള്, ഈ ഞെരുക്കങ്ങള്, ഈ നിന്ദകള് അല്പനേരത്തേക്ക് മാത്രം, എങ്കിലും മഹാകരുണയോടെ കർത്താവ് നിങ്ങളെ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കാനാ കല്യാണ വീട്ടില് കർത്താവിനെ ക്ഷണിച്ചിരുന്നു. അവിടെ മേത്രമായിട്ടുള്ള വീഞ്ഞ്, അവിടെ കല്യാണ വീട്ടില് സ്റ്റോക്ക് ചെയ്തിരുന്ന വീഞ്ഞ് തീർന്നുപോയി. കർത്താവിന്റെ സാന്നിധ്യത്തില് കർത്താവ് പച്ചവെള്ളത്തെ മേത്തരമായിട്ടുള്ള വീഞ്ഞ് ആക്കി നൽകി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വർഷം ദൈവം നിങ്ങളുടെ ജീവിതത്തില് മേത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണ വീട്ടില് അവർ സ്റ്റോക്ക് ചെയ്തത് അവരുടെ നിലവാരത്തിനൊത്തതായിരുന്നു. ആ സ്റ്റോക്ക് തീർന്നപ്പോഴ് അവിടെ കുറവ് കർത്താവിന്റെ സന്നിധിയിൽ അറിയിച്ചപ്പോഴ് മേത്തരമായിട്ടുള്ള വീഞ്ഞുകൊണ്ട് രാജാവ് തന്റെ ജനത്തെ പോഷിപ്പിച്ചു. അതേ കർത്താവ് മേത്തരമായിട്ടുള്ള അത്ഭുതങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ
അതെ, യെശയ്യാപ്രവചന പുസ്തകം 53-ാം അധ്യായം അതിന്റെ 5-ാം വചനത്തില് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. രോഗത്തെക്കുറിച്ച് പേടി വേണ്ട, അവൻ ചുമന്നു മാറ്റും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 27-ാം വചനത്തില് കല്ലറകളിൽ പാർക്കുന്ന ഭൂതഗ്രസ്തനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇവൻ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിട്ടും അവയൊക്കെ പൊട്ടിച്ചുകൊണ്ട് കല്ലറകളിൽ പാർത്തവൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അദൃശ്യനായ ദൈവം ദൃശ്യരൂപത്തില് യേശു കർത്താവെന്ന നാമത്തില് ലോകത്തിൽ എഴുന്നള്ളി വന്നപ്പോഴ് ഇവനെ തേടി ചെന്നു, ഇവന് സൗഖ്യം കൽപ്പിച്ചു. ലൂക്കോസ് 8:35 ഭൂതങ്ങൾ വിട്ടുപോയവൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതുവരെ ഇവൻ ഭവനത്തിൽ ഉറങ്ങിയിട്ടില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല, സുബോധമില്ല, കല്ലറകളിലായിരുന്നു ഇവന്റെ പാർപ്പ്. കർത്താവ് അവന്റെ വേദനകളെ ചുമന്നു, അവന്റെ രോഗത്തെ എടുത്തു മാറ്റി, അവന് സൗഖ്യം നൽകി, അവനിലുണ്ടായിരുന്ന ഭൂതത്തെ പുറത്താക്കി, അവന് സൗഖ്യം നൽകി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഭൂതഗ്രസ്തൻ, വസ്ത്രം ധരിക്കാത്തവൻ, സുബോധമില്ലാത്തവൻ സുബോധം ധരിച്ചും സുബോധം പ്രാപിച്ചും വസ്ത്രം ധരിച്ചും കർത്താവിന്റെ കാൽക്കലിരിക്കുകയെന്ന്. അതെ, കർത്താവിന്റെ സന്നിധി വന്നാൽ അനുഗ്രഹമുണ്ട്. കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് വിടുതലാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:7 പ്രകാരം. അതെ, 1 രാജാക്കന്മാരുടെ പുസ്തകം നാം വായിച്ചാല് സാരഫാത്തില് ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ കാലത്തില് അവസാന തരിമാവ്. അവൾക്ക് കരുതാൻ ആരുമില്ല. ഭർത്താവ് മരിച്ചു, മകൻ ഉണ്ട്, പക്ഷെ ക്ഷാമകാലം, കലത്തിലെ മാവ് തീരുകയാണ്. ഇത് അവൾക്ക് മാത്രമേ അറിയാവൂ. നാളത്തെ ദിവസം കഴിയാനുള്ള ഒരു സാഹചര്യവുമില്ല. എന്നാൽ വലിയവനായ ദൈവം ആ കാലഘട്ടത്തില് ശക്തനായ പ്രവാചകനായ ഏലിയാവിന് ഈ 7 വിധവയുടെ അടുക്കൽ അയക്കുകയും വിധവയെ ഏലിയാവ് മുഖാന്തരമായിട്ട് ദൈവം പോറ്റി പുലർത്തുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വർഷം കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റി നിങ്ങൾക്ക് സമ്പന്നത തരും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 24-ാം വചനത്തില് കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിച്ചു. അത് കർത്താവായിരുന്ന പടകില് ഇതാ പടക് മുങ്ങുമാറാകുന്ന ഒരവസ്ഥയായി. ശിഷ്യഗണങ്ങള് കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തത ഉണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതെ, നമ്മുടെ ഭാരങ്ങള്, പ്രശ്നങ്ങള്, പ്രതികൂല സമയത്ത് ദൈവസനയെ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തുക. ദൈവം നിങ്ങളുടെ കണ്ണിൽ തുടയ്ക്കും. കർത്താവ് ആയിരുന്ന പടകില്, കർത്താവ് ആയിരുന്ന സ്ഥലത്ത് കർത്താവ് ശാന്തത കൽപ്പിച്ചു. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതോ പ്രതികൂല അവസ്ഥയിലും ദൈവം നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തും. മുൻപേ അവന്റെ രാജ്യവും നീതിയും തേടുവീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്കായി നിങ്ങൾക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒന്നാമതായിട്ട് ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനത്തില് ഇതാ അവിടെ 19:7 കർത്താവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ഇതാ അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർക്കാൻ പോയി. അതെ, കർത്താവ് ലോകത്ത് വന്നത് നീതിമാന്മാരെ അല്ല, പാപികളെ അത്ര വിളിപ്പാൻ വന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സക്കായി അവൻ പാപിയായിരുന്നു. കർത്താവിനെ കണ്ട ക്ഷണത്തില് അതെ അവന് പാപബോധം വന്നു. പാപത്തിന് പരിഹാരം അവൻ കണ്ടെത്തി. അവൻ 4 മടങ്ങ് ദരിദ്രർക്ക് കൊടുക്കുന്നു അവൻ തീരുമാനമെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 2 കൊരിന്ത്യർ 5:17 പ്രകാരം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് അവൻ നദികളും ഉണ്ടാക്കും. നിങ്ങൾ ജീവിതത്തില് എനിക്കിനി വഴിയില്ല, മുന്നോട്ട് ഗമിക്കാൻ വഴിയില്ല എന്ന് ഭാരപ്പെടുന്നു. മരുഭൂമിയിൽ വഴി തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തില് പുതിയ വഴികൾ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വീണ്ടും ശ്രദ്ധിച്ച ഇവിടെ സക്കായിയുടെ ഭവനത്തില് കർത്താവ് കടന്നു ചെന്നു. ഇന്ന് ഈ വീട്ടിനെ രക്ഷ വന്നു. നമ്മുടെ ഭവനത്തില് നമ്മൾ ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചു. ഭവനത്തിൽ മറ്റും സഹോദരങ്ങള്
മാതാപിതാക്കൾ അവർ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കുക. ദൈവം അവര് ദൈവസന്നിധി മുട്ടുമുടക്കാറാക്കും. മാത്രമല്ല അവരെ കൊണ്ട് കർത്താവിനെ സേവിക്കുമാറാക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:20 ഞാൻ വാതിൽക്കന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ പ്രവേശിക്കും. അവൻ നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ നിങ്ങൾക്ക് ജീവിതത്തില് അനുഗ്രഹമാണ്. അതെ, വീണ്ടും നാം ശ്രദ്ധിച്ച ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പുതിയ സൃഷ്ടിയായവന്റെ ജീവിത പ്രമാണം മാറും. മുമ്പ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണെങ്കിൽ ഇന്ന് ജീവന്റെ പ്രമാണമാണ്. അതെ, പുതിയ സൃഷ്ടിയായവന്റെ സ്വഭാവം മാറും. റോമർ 8:5 പ്രകാരം അതാണ് പൗലോസ് പറയുന്നത്. മുമ്പേ ഞാൻ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. മുമ്പേ സഭകൾക്ക് ഉപദ്രവകാരിയായിരുന്നു, ഇപ്പോഴോ സഭകൾക്ക് അനുഗ്രഹം. അതെ, ജോഷിയുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ചാല് അതിന്റെ 1-2 ഇതാ വാഗ്ദത്ത കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് ജോഷുവ 2 പ്രഭുക്കന്മാരെ അയക്കുകയാണ്. ഇവര് രാഹാബ് എന്ന വേശ്യ സ്ത്രീയുടെ ഭവനത്തിലാണ് കടന്നു വന്നത്. എന്നാൽ അവർ വേശ്യയുടെ ഭവനത്തിൽ താമസിച്ചുവെങ്കിലും വേശ്യയോടൊപ്പം പാർത്തില്ല. അതെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയത് സകലവും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതുതാക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇനി ജഡത്തിനായിട്ട് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ ചിന്ത ആത്മീയ ചിന്ത ആയിക്കോട്ടെ. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒരു ശമരിക്കാരി സ്ത്രീ, ഇവള് പലരെയും പാപത്തിന് പ്രേരിപ്പിച്ചവൾ, പാപത്തിലോട്ട് പലരെയും വലിച്ച് ഇട്ടവൾ, പാപത്തിന് അടിമയായിരുന്നവൾ. ഇവളെ തേടി കർത്താവ് ചെന്നു. അവൾക്ക് തലോകരക്ഷിതാവാണെന്നുള്ള വിവരം കർത്താവ് അവളോട് അരുളി ചെയ്യുകയാണ്. അവൾ കർത്താവിനെ കണ്ടെത്തിയ നിമിത്തം അവൾ പാത്രം വച്ചിട്ട് അവൾ പോയി പട്ടണവാസികളോടെല്ലാം കർത്താവിനെ പറ്റി അറിയിക്കുകയാണ്. പലരും ഇവളുടെ വാക്ക് കേട്ട് കർത്താവിൽ ആയിത്തീർന്നു. ഹല്ലേലൂയ. അതായത് ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി. പണ്ട് വേശ്യ സ്ത്രീ ആയിരുന്നവൾ ഇന്ന് കർത്താവിന്റെ ദാസിയായിട്ട് കർത്താവ് അവളെ മാറ്റി. അതെ, യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായം 25-ാം എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശുവിന് ഹൃദയം കൊടുത്തവർക്ക്, പുതിയ സമർപ്പണവും പുതിയ തീരുമാനവും എടുത്തവർക്ക് യേശു കർത്താവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണമുണ്ട്, പാപമോചനം ലഭിക്കും. മാത്രമല്ല പുതിയ സൃഷ്ടിയായവൻ മരണം വിട്ട് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു. റോമർ 8:11 പ്രകാരം നാം പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുണ്ടോ? എന്നാൽ ദൈവവചനം കേൾക്കുന്നുണ്ട്, ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നില്ല. ആ അവസ്ഥയിലാണെങ്കിൽ ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്നു സമ്മതിക്കാം. കർത്താവേ, എന്നോട് കൃപ ചെയ്യണം, പാപ ജീവിതം ഉപേക്ഷിക്കാൻ ഇതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു, അങ്ങയുടെ മകനായി എന്നെ കൈക്കൊള്ളണം. അപ്രകാരം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. മാത്രമല്ല ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഓരോ ശിക്ഷാവിധിയുമില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം കർത്താവിന് ഹൃദയം കൊടുത്ത് ദൈവസന്നിധി തീരുമാനമെടുത്ത് ദൈവവചന പ്രകാരം ജീവിതം ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവസന്നിധിയിൽ പുതു ഹൃദയത്തിനായിട്ട് നാം ദൈവസന്നിധിയിൽ യാചിക്കേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 5-ാം വചന പ്രകാരം ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തില് സകലവും പുതുതാക്കി മാറ്റും. ഹല്ലേലൂയ. അവൻ സകലവും പുതുതാക്കി മാറ്റും. മുമ്പുള്ളവ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവ നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ
സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന ചലനമുണ്ടാക്കി ചലിക്കുന്ന എല്ലാ ചൈതന്യം നൽകേണം നവജീവൻ വേണം ചൈതന്യം നൽകേണം പെന്തക്കോസ്ത് നാള് മുൻമഴ പെയ്യിച്ച മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവൻ നദിയൊഴുകാൻ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവൻ നദിയൊഴുകാൻ നീണ്ടിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കണമേ നീണ്ടിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന ചലനമുണ്ടാക്കി ജീവൻ ലാഭിക്കാം ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന ചലനമുണ്ടാക്കി ജീവൻ ലാഭിക്കാം ചൈതന്യം നൽകേണം നവജീവൻ വേണം നിജതയിലാകെ ആശ്വസിച്ചിടാം ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാം പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം എല്ലാ കരങ്ങൾ ഉയരട്ടെ കരം ഉയർത്തി പാടി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെട്ട റീകൽബാർ ഇലബാര അസീഖൽബാർ ഇലക്കസി ജാദുരീഖൽബാർ ഇലബാർ ബറബറ അസീദൽ ദുരീഖൽബാർ ഇഖൽബാർ ഇഖൽബാർ അസീദൽ ദുരീഖൽബാർ അസഗൽബാർ ഇലറകസി ജാദുരീഖൽബാർ അസീഖൽബാർ ഇഖൽബാർ ഉതു ശക്തിയാൽ ഉതു കൃപകളാൽ ഉതു അഭിഷേകത്താൽ ഉതു അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു റീഖൽബാർ ഇലക്കസി ജാദുരീഖൽബാർ കൽബാർ ഇലക്കസി ജാദുരി കൽബാര അസറബാർ ഇലബറബറ ബറബറസി ജാദുരി കൽബാർ ശരീരം മൊത്തം ക്യാൻസർ മുഴകളായിട്ട് ശരീരം മൊത്തം മുഴ ബാധിച്ച ഒരു സഹോദരി ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഇതാ കർത്താവ് നിങ്ങളുടെ ശരീരത്തിലെ മുഴകൾ മാറ്റി ക്യാൻസറിന്റെ അണുക്കളെയും കർത്താവ് കരിക്കുന്നു. ഇനി ഭാവിയില്ല എന്ന് വിലപിച്ചെത്തിയിരിക്കുന്ന സഹോദരി കർത്താവ് ഇതാ ഭാവി ക്യാൻസർ രോഗത്തിലുള്ള ഇത് വേണ്ട,
മരണത്തെ കുറിച്ചുള്ള ഭീതി വേണ്ട. കർത്താവ് നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ മുഴകളെയും കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. എന്റെ വലതുവശത്ത് സഹോദരന്മാരുടെ ഭാഗത്ത് പുതിയ ഹാളില് വർഷങ്ങളായിട്ട് ആസ്മ രോഗത്തിൽ ഭാരപ്പെടുന്ന ഒരു സഹോദരൻ നിലവിളിയോട് പ്രാർത്ഥിക്കുന്നു. ഇനി ആസ്മയില്ല, ഇനി വലിവില്ല, പരിപൂർണ സൗഖ്യം. ഹല്ലേലൂയ. തുടരെ 3 തവണ അബോർഷനായ ഒരു സഹോദരി ഒരു തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. കർത്താവിത അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺതലമുറയെ തരാൻ പോകുന്നു. ആ തലമുറ എന്റെ ദൈവത്തെ സേവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 5-ാം വചനത്തില് ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. കർത്താവ് ഇതാ സകലവും പുതുതാക്കുന്നു. എപ്രകാരം? സങ്കീർത്തനക്കാരൻ കർത്താവിനോട് യാചിക്കുകയാണ്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. സങ്കീർത്തനക്കാരൻ കർത്താവിനോട് പുതിയ ഹൃദയത്തിനായിട്ട് യാചിക്കുകയാണ്. പാപകറ പുരണ്ട പഴയ ഹൃദയം വേണ്ട, ദുഷ്ടഹൃദയം വേണ്ട, പുതിയ ഹൃദയം തരയണം. കാരണം ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മെ അശുദ്ധമാക്കും. ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, അത്യാഗ്രഹം, ചതി, പരസംഗം, മോഷണം, ചീത്ത വാക്കുകൾ, ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. എസേക്യപ്രവചന പുസ്തകം 36-ാം അധ്യായം 26-ാം വചനം. കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായുള്ള പുതിയ ഹൃദയം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 2 കൊരിന്ത്യർ 4:16 പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, സകലവും പുതുതാക്കുന്ന കർത്താവ് നിങ്ങളുടെ അകമേയുള്ള മനുഷ്യനെ പുതുക്കുന്നു. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം വചനത്തില് ഇതാ ശൗല് തന്റെ അപ്പന്റെ കഴുതകളെ കാണാഞ്ഞിട്ട് ഇവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. കഴുതകളെ കണ്ടു കിട്ടാത്തത് കൊണ്ട് ഇവന്റെ ബാല്യക്കാരൻ ഇവനോട് പറയുകയാണ്, ഈ പട്ടണത്തിൽ നമുക്ക് അടുത്ത് ഒരു പട്ടണമുണ്ട്, അവിടെ ഒരു പ്രവാചകനുണ്ട്, പ്രവാചകനിലൂടെ ദൈവശബ്ദം കേൾക്കാം. കഴുതകളെ അന്വേഷിച്ച് വഴി നടന്നിട്ട് ദിവസങ്ങളായല്ലോ, നമുക്ക് പ്രവാചകന്റെ അടുക്ക കടന്നു ചെന്ന് ദൈവശബ്ദം കേൾക്കാം. അപ്രകാരം ഇതാ ശൗല് പ്രവാചകനായ ശമൂവേലിന്റെ മുമ്പില് എത്തപ്പെടുകയാണ്. ശമൂവേല് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ ആലോചന ശൗലിനെ കേൾപ്പിക്കുകയും ചെയ്യുകയാണ്. അവൻ ശമൂവേലിന്, അത് യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും, നീ അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇവൻ പോയതോ കഴുതകൾ അന്വേഷിച്ചു പോയതായിരുന്നു. എന്നാ ദൈവത്തിന്റെ ആലോചന ശൗല് കേൾക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വർഷങ്ങൾക്ക് മുമ്പേ ജോലിയില്ലായിരുന്ന സമയത്ത് ഞാനും എന്റെ ഭർത്താവ് ബ്രദർ സുന്ദർ സിംഗുമായിട്ട് ദൈവാലോചന കേൾക്കാനായിട്ട് പോയി. ദൈവത്തിന്റെ അഭിഷക്ത ദാസനിലൂടെ ദൈവം കേൾപ്പിച്ചു, സർക്കാർ ഉദ്യോഗം അന്വേഷിച്ചു വന്നിരിക്കുന്ന എന്നെയും എന്റെ ഭർത്താവിനെ നോക്കി കർത്താവ് ആലോചന ദൈവദാസനിലൂടെ കേൾപ്പിച്ചു, ഈ ജോലി ആഗ്രഹിക്കുന്ന ജോലിയിൽ ദൈവം പ്രവേശിപ്പിക്കുക, ഇതല്ല വലിയവനായി എന്നെ സേവിക്കുന്നതായിട്ട് നിങ്ങൾ 2 ഞാൻ വിളിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അക്ഷരാർത്ഥത്തില് ഞാൻ ഞടുങ്ങിപ്പോയി. പലരും പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആര്? പുരുഷന്മാര്. സ്ത്രീകള് സുവിശേഷം അറിയിക്കുന്നത് വലുതായിട്ടൊന്നും അവർ ദൈവാലോചന, അവരിലൂടെ ദൈവാലോചന വെളിപ്പെട്ടു വരുന്നതും ഞാനധികം കേട്ടിട്ടില്ല. ആ ക്ഷണത്തിൽ എന്നെ കുറിച്ച് ഈ ആലോചന വന്നപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെ താല്പര്യത്തോടെ കടന്നു ദൈവസേനയിൽ നിന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനായിരുന്ന ഈ ദേശത്ത് ഉണർവയക്കണമെന്ന് ഒറ്റയ്ക്ക് എന്റെ ഭവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ, ദൈവമേ ഞാൻ അറിഞ്ഞ രക്ഷ, ഞാൻ അറിഞ്ഞ രക്ഷകൻ, എന്നെ രക്ഷയിലോട്ട് നടത്തിയ സർവശക്തനെ ഈ ജനം അറിയണം, എന്റെ കൂടപ്പിറപ്പുകൾ അറിയണം, എന്റെ അമ്മയപ്പന്മാർ അറിയണം, എന്റെ ദേശവാസികൾ അറിയണം. ഒറ്റയ്ക്ക് ഒരാളായിരുന്നു വർഷങ്ങളോളം ദൈവസന്നിധി കണ്ണീരൊഴിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം കൃപ വന്നു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്
ദൈവമേ സായിപ്പന്മാരെ ഇങ്ങോട്ട് അയക്കണം, അവർ മിഷണന്മാരെ അയക്കണം, അവർ വന്ന് മുമ്പേ കേൾപ്പിച്ചതുപോലെ ഈ ദേശത്ത് സുവിശേഷം കേൾപ്പിക്കട്ടെ, ദൈവ വേലക്കാരെ അയക്കണമേ, ദൈവ വേലക്കാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു. ദൈവം പുതിയൊരു കാര്യം ചെയ്തു. അതുവരെയും ദൈവത്തെ ഘോഷിച്ചിട്ടില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത എന്നെയും എന്റെ ഭർത്താവ് ബ്രദർ സുന്ദർ സിംഗിനെയും സുവിശേഷ ഘോഷണത്തിനായിട്ട് ദൈവം പേർച്ചലി വിളിച്ചു. അന്ന് കേൾപ്പിച്ച ആലോചന പ്രകാരം തന്നെ ഏതൊക്കെ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നു, പുഴുക്കളായി ഞങ്ങൾ പോകുന്നു, വലിയവനാം സർവശക്തനാം ക്രിസ്തു യേശു ഞങ്ങളുടെ കൂടെ എഴുന്നള്ളി വന്ന് വൻ അത്ഭുതങ്ങൾ ദൈവം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. മരിച്ച മനുഷ്യരെ ജീവിപ്പിക്കുന്ന ശുശ്രൂഷകൃപയാൽ കർത്താവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗികളെ സൗഖ്യം നൽകി കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. വർഷങ്ങളായിട്ട് ഡോക്ടർമാർ എഴുതി തള്ളിയ കേസുകള്, ഇനി മക്കൾ ഉണ്ടാവുകയില്ല എന്ന് എഴുതി തള്ളിയ കേസുകള്, പ്രായം കഴിഞ്ഞുപോയി, ശരീരത്തില് അതിന് സാധ്യമല്ലെന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസുകള്, അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കി കൊടുക്കാൻ കഴിയുമെന്ന് അരുളി ചെയ്ത ദൈവം, സഖരിയാവിന് വാർദ്ധക്യത്തിലെ തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിന്റെ കാലം കഴിഞ്ഞിട്ടും അനുഗ്രഹിച്ച ദൈവം, അനേകായിരം ജനത്തെ ഈ ദേശത്തും വിദേശത്തും കടന്നുപോയ രാജ്യങ്ങളിലെല്ലാം ആദിവാസികളുടെ ഇടയിലും കൂടി ദൈവം അത്ഭുതം ചെയ്തെടുത്തിരിക്കുന്നു. ഞങ്ങൾ കടന്നുപോയപ്പോഴ് ആദിവാസികളുടെ ഇടയിൽ നിന്ന് ഒരു ആദിവാസി കുടുംബം ഞങ്ങളുടെ അടുക്കൽ വന്നു. വർഷങ്ങളോളം അവർക്ക് തലമുറയില്ല. അതെ, കർത്താവിന്റെ ദാസനെ കൊണ്ടും ദാസിയെ അടിയാളെ കൊണ്ടും പ്രാർത്ഥിച്ച് ഞങ്ങൾ മടങ്ങി വന്നു. അടുത്ത വർഷം അതേ സമയത്ത് ആദിവാസികളുടെ ഇടയിൽ ബീഹാറില് ദൈവം ഞങ്ങളെ ശക്തി ശുശ്രൂഷയ്ക്കായിട്ട്, അവർക്ക് ശക്തി ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അവരുടെ മേലെ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കാനായിട്ടും ശുശ്രൂഷയുടെ കരം പിടിപ്പിക്കാനായിട്ട് പാസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് കർത്താവിന്റെ ദാസനെയും ദാസിയെ ദേശത്ത് അയച്ചു. അന്ന് ദീർഘ 20 വർഷമായിട്ട് ആദിവാസി ഒരു കുടുംബം ഞങ്ങളുടെ മുമ്പ് മുട്ടുകുത്തിയിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കടന്നു വന്നപ്പോഴ്, അടുത്ത വർഷം പോയപ്പോഴ് ആ കുടുംബം ഒരു കുഞ്ഞുമായിട്ട് കടന്നു വന്നു. ആ കുഞ്ഞിന് അവർ പേരിട്ടത് സുന്ദർ സിംഗ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്റെ ഭർത്താവിന്റെ പേരാണ് അവരുടെ കുഞ്ഞിനിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിവാസികളുടെ ഇടയിലും ദൈവാത്ഭുതം പ്രവർത്തിക്കും, IASകാരുടെ ഇടയിലും ദൈവാത്ഭുതം പ്രവർത്തിക്കും, പ്രധാനമന്ത്രിയുടെ അടുക്കലും ദൈവാത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇതാ കഴുതകളെ തിരഞ്ഞുപോയ ശൗലിന് ദൈവം പുതുഹൃദയം കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവൻ പുതുഹൃദയത്തിന് വേണ്ടി പോയതല്ല, ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കാൻ വേണ്ടി പോയതല്ല. പലപ്പോഴും നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളല്ല, ദൈവം അരുളി ചെയ്യുന്നു. ഉദ്ദേശം ഒരു 4-5 വർഷം മുമ്പേ പെരിങ്ങമല എന്ന സ്ഥലത്ത് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് അവരെന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്ത് മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു മനുഷ്യൻ മൈക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ ബോക്സ് വെച്ചിരുന്ന സ്ഥലത്ത് കടന്നു വന്ന് അതിന്റെ കണക്ഷനൊക്കെ ശരിയാവണോ നോക്കാൻ ആ ക്ഷണത്തിൽ തന്നെ ദൈവത്തിന്റെ അത്യന്ത ശക്തി ആ സഹോദരനെ തൊട്ടു. വർഷങ്ങളായിട്ട് ഹൃദയരോഗം, നെഞ്ചുവേദനയുമായിട്ട് ഈ മൈക്ക് സെറ്റ് ചെയ്യാൻ, അതാണ് അയാളുടെ ഉപജീവന മാർഗം. അവിടെ കടന്നു വന്നിരുന്ന മനുഷ്യന് ആ മൈക്ക് നോക്കാമെന്ന ക്ഷണത്തിൽ കർത്താവ് തൊട്ട് സൗഖ്യം കൽപ്പിച്ചിരുന്നു. ഞാൻ അവിടെ ദൈവവചനം പ്രസംഗിച്ചതിന് ശേഷം അടുത്ത ദിവസം സെക്രട്ടേറിയറ്റ് വന്ന് ജോലി നോക്കുമ്പോൾ ഒരു സഹോദരി, ഈ മനുഷ്യന്റെ ഭാര്യ എന്റെ അടുക്കൽ കടന്നു വന്നു. ഇന്നലെ നിങ്ങള് പ്രസംഗിച്ച സ്ഥലത്ത് എന്റെ ഭർത്താവായിരുന്നു അവിടെ മൈക്ക് സെറ്റ് ചെയ്തിരുന്നത്. സിസ്റ്റർ, നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് മൈക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട് ഈ മനുഷ്യൻ വന്നു. ഇയാൾക്ക് ദൈവ വിശ്വാസമല്ല, ദൈവത്തിന് പിടികൊടുത്തതല്ല, ഒരു കള്ള വിത്താണ്. എന്നാൽ അവിടെ ഒന്ന് മൈക്ക് ശരിയാണോ നോക്കാമെന്നപ്പോഴേ കർത്താവ് മനസ്സലിയുന്ന കർത്താവ്, കള്ളന് മാനസാന്തരം കൊടുത്ത് അവന് പറുദീസയിൽ എടുത്ത കർത്താവ് ഈ മനുഷ്യന് ആ ക്ഷണത്തിൽ സൗഖ്യം നൽകിയിരുന്നു. ആ സഹോദരി പറയുകയാണ്, മൈക്ക് സെറ്റ് ചെയ്യാൻ ആ നോക്കാമെന്ന സമയത്തോടെ തന്നെ എന്റെ ഭർത്താവിന്റെ സകല രോഗം മാറി, പരിപൂർണ സൗഖ്യം. ഇപ്പൊ വെട്ടുന്ന കിളയ്ക്കുന്ന എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവം അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു.
ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ആഗ്രഹിച്ചാൽ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആത്മാദാഹത്തോടെ കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെല്ലാം ദൈവത്തിന്റെ അത്യന്ത ശക്തി ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അയച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ ദൈവം വഴി നടത്താൻ പോകുന്നു. ഹൃദയം എങ്ങനെ പുതുതാക്കി സൂക്ഷിക്കാം? ഗലാത്യർക്ക് ലേഖനത്തിന് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പാപപ്രവൃത്തികളെ മരിപ്പിക്കുക. ശമൂവേൽ ബാലൻ ദൈവസന്നിധി കിടന്നു. അവൻ ദൈവ ശബ്ദം കേട്ടു. നമ്മുടെ കിടപ്പ് ദൈവസന്നിധിയിൽ അവൻ ഇരുന്നു, ദൈവശബ്ദം കേട്ടു. നാം ദൈവസന്നിധിയില് ആണോ നമ്മുടെ ഇരിപ്പും കിടപ്പും നടപ്പും? അതോ 2-3 മണിക്കൂർ ഇവിടെ ശരീരം കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്, ഹൃദയം വേറെ ഇരിക്കുകയാണോ? വേറെ സ്ഥലങ്ങളിൽ പാഞ്ഞു പൊക്കോണ്ടിരിക്കാമോ? ഈ സമയം ദൈവസന്നിധി ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവവചനം ധ്യാനിക്കുക, പ്രാർത്ഥനാ ജീവിതം നയിക്കുക, കപടഭക്തി ഉപേക്ഷിക്കുക, കപട ജീവിതം ഉപേക്ഷിക്കുക, സൽപ്രവൃത്തിയിൽ മുന്നേറുക. കാരണം മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16:7. ദാവീദ് നോക്കി കർത്താവ് പറയാണ്, ഇവൻ എന്റെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യൻ. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 15:8 ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. പലരും തകർന്ന ഹൃദയത്തോടെയാണ് ഈ സമയത്ത് ദൈവവചനം ശ്രവിക്കുന്നത്. കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസത്തിന്റെ കരം പതിപ്പിച്ച് ആശ്വസിപ്പിക്കുകയും നിങ്ങളെ കർത്താവ് പണിയാൻ പോവുകയാണ്. 1 ശമൂവേൽ പുസ്തകം നാം വായിച്ചാല് ഹൃദയ നുറുക്കത്തോടെ ആയിരുന്ന ഹന്നയെ കർത്താവ് കടാക്ഷിച്ചു. അവളുടെ കണ്ണീർ തുടച്ചതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മാത്രമല്ല, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു അരുളിച്ചെയ്ത കർത്താവ് യെഹെസ്കേൽ 11:19 പ്രകാരം ദൈവം പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നാം പുതുതായി പ്രാപിച്ച ഹൃദയം ശൂന്യമാക്കി വെക്കരുത്. കർത്താവിനെ ആ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുക. ജോഷുവയുടെ പുസ്തകം നാം വായിച്ചാല് ജോഷുവ എന്ന ദൈവഭക്തൻ സ്തുതിയും സ്തോത്രവും ആർപ്പും ഇട്ട സമയത്ത് ദൈവമക്കൾക്കെതിരായിട്ട് ശത്രുക്കൾ പടുത്തുയർത്തിയിരുന്ന മതിലിനെ ദൈവം കോട്ടകൊത്തങ്ങളെ ഇടിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സന്നിധിയില് സങ്കീർത്തനങ്ങളോടെ, സ്തുതികളോടെ, സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തുതിക്കുമ്പോ ശത്രു നിങ്ങൾക്കെതിരായിട്ട് ഉയർത്തിയിരിക്കുന്ന കോട്ടകളെ ദൈവം എഴുന്നേൽവന്ന് വന്ന് തകർത്തെറിയും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നാം വായിച്ചാല് ശിഷ്യഗണങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവര് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളാൽ അവര് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നാം ദൈവസന്നിധി കാത്തിരുന്നാൽ എപ്രകാരം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വചനം പ്രകാരം അവന്റെ ദയ രാവിലെ തോറും പുതിയത്. അതിരാവിലെ ദൈവസന്നിധി കടന്നിരുന്ന് പുതിയ കൃപയ്ക്കായിട്ട് യാചിച്ചാൽ ഞാൻ സകല ജഡത്തിന്മേലെ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 28-ാം വചനത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും കർത്താവ് തന്റെ ആത്മാവിനെ പകരാൻ കർത്താവ് വാഞ്ചിക്കുന്നു. എന്നാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഫിലിപ്പോസ് എന്ന സഞ്ചാര സുവിശേഷകന്റെ 4 പെൺമക്കളും ദൈവത്തിന്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞിരുന്നു. മാത്രമല്ല, അവർ പ്രവചന വരത്തോടുകൂടെ ശുശ്രൂഷ ചെയ്തിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ 5-6 ഡിഗ്രിയൊന്നും ദൈവം നിന്നോട് ചോദിക്കുന്നില്ല. 1 ഡിഗ്രിയും 1 യോഗ്യതയും വേണ്ട. കർത്താവിന്റെ ശിഷ്യഗണങ്ങള്, അപ്പോസ്തലന്മാര് മീൻ പിടിച്ച് കടലിനോട് മല്ല് കെട്ടിയ കഠിനാധ്വാനികളായിരുന്നു. അവരെ വിളിച്ച് മനുഷ്യരെ പിടിപ്പിക്കുന്നവരെ മേത്രമായിട്ടുള്ള ശുശ്രൂഷ. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. കർത്താവ് ചെയ്തതിലധികം കർത്താവ് ഈ നാളുകളിൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരാണിവൻ? പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വചനത്തില് യബ്ബേസിന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അവന് യബ്ബേസ് എന്ന് നാമകരണം ചെയ്തു. എന്നാൽ യബ്ബേസിനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അങ്ങ് എന്നോട് കൂടെ ഇരിക്കണം, എന്റെ
അതിരുകളെ വിസ്താരമാക്കണം. അവൻ അപേക്ഷനെ ദൈവം അവന് നൽകി. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞെരുക്കത്തിന്റെ വർഷമായിരുന്നു എങ്കിൽ ദൈവമക്കൾക്ക് ഈ വർഷം ദൈവം അതിരുകളെ വിസ്താരമാക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസന്നി കടന്നു വന്ന് വചനം ശ്രവിച്ച് വചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്തുന്ന മക്കളെയാണ് ദൈവം ദേശത്ത് അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. മറ്റവരുടെ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികം, അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ. എപ്പോഴാണ് നാശമെന്ന് പറയാൻ പറ്റിയല്ല. ദൈവമക്കൾക്കോ നിത്യതയില് നിത്യ സന്തോഷവും, ഈ ലോകത്ത് അനുഗ്രഹം മാത്രമല്ല നിത്യതയില് നിത്യ സന്തോഷത്തോടെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, പുതിയ എണ്ണയെ തേപ്പിക്കുന്നു. ദൈവം പുതിയ അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തില് കർത്താവിന്റെ സാക്ഷിയായ സ്തേഫാനോസ് അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. ആരാണ്? കർത്താവിന്റെ അഭിഷക്ത ദാസൻ, കർത്താവിന് വേണ്ടി ധീര രക്തസാക്ഷിയായ ദൈവത്തിന്റെ ശ്രേഷ്ഠ ദാസൻ. അവനോടുകൂടെ തർക്കിക്കാനായിട്ട് ചിലരൊക്കെ എഴുന്നേറ്റ് വന്നു. പക്ഷേ അവൻ സംസാരിച്ച ജ്ഞാനത്തോട് ആത്മാവോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അതായത് മറ്റവർക്കാർക്ക് എതിർക്കാൻ കഴിയാത്ത ജ്ഞാനത്താൽ ശക്തിയാൽ ദൈവം നിങ്ങളെ നിറച്ചുയർത്തും. ഹല്ലേലൂയ. പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു 2 കൊരിന്ത്യർ 1:21-22 വചനത്തില്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. ദൈവം നമ്മുടെ ഉള്ളത്തില് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. എന്നാൽ നാമോ 1 തിമോത്തിയോസ് 5:22 പ്രകാരം നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. കാരണം നമ്മെ തന്നെ നിർമ്മലനായി കാത്തുകൊണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ബുദ്ധിയുള്ള നിർമ്മല കന്യയെപ്പോൾ എണ്ണയില്ലാത്തവർ കൈവിടപ്പെട്ടു, പരിശുദ്ധാത്മാവില്ലാത്തവർ കൈവിടപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ ഫലമില്ലാത്തവർ, സൽപ്രവൃത്തികളില്ലാത്തവർ കൈവിടപ്പെട്ടു, വിശുദ്ധ ജീവിതം നയിക്കാത്തവർ കൈവിടപ്പെട്ടു, പാപജീവിതം നയിച്ചവർ കൈവിടപ്പെട്ടു. അതുകൊണ്ടാണ് ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുക. ആഴത്തിലുള്ള മാനസാന്തരം വേണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു യേശുവില് അടിയുറച്ച വിശ്വാസവും ആഴത്തിലുള്ള മാനസാന്തരം, ആഴത്തില് മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഷോക്കുള്ള മാനസാന്തരം കാണിച്ചുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം. 2 കൊരിന്ത്യർ 6:15-16 വചനം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, റോമർക്കെഴുതിയ ലേഖനത്തില് പഴയ പുളിച്ച മാവിനെ പുറത്തേക്ക്, പഴയ മനുഷ്യനെ പുറത്തേക്ക് തള്ളിക്കളയുക, പാപസ്വഭാവം, കള്ളം പറച്ചല് പുറത്തേക്ക് തള്ളിക്കളയുക. യേശു കർത്താവ് നിങ്ങളെ പുതു സൃഷ്ടിയായി മാറ്റിയിരിക്കുന്നുവല്ലോ. മാത്രമല്ല, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു അലച്ചത് കർത്താവ്. പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യെശയ്യാപ്രവചന പുസ്തകം 62-ാം അധ്യായം 2-ാം വചനത്തില് യാക്കോബിന്റെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യാക്കോബിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് ദൈവം അവനോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്ത്? അവൻ ഉള്ള സത്യം സമ്മതിക്കണം. ഒരിക്കല് ഏശാവ് എന്ന് പറഞ്ഞ അനുഗ്രഹം അപ്പന്റെ അടുക്കൽ നിന്നവൻ ജ്യേഷ്ഠന്റെ അനുഗ്രഹം തട്ടിപ്പറിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവമായ കർത്താവിനോട് ചോദിക്കുമ്പോൾ അവനുള്ള അവസ്ഥ ദൈവസന്നി സമ്മതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിലെ ഉള്ള അവസ്ഥ ദൈവസന്നിയില് തുറന്ന് സമ്മതിക്കുക. കർത്താവേ, ഞാനൊരു പാപി, എന്നെ അങ്ങ് കൃപയോടെ കൈക്കൊള്ളും. കർത്താവ് നിങ്ങളെ കൈക്കൊള്ളുക തന്നെ ചെയ്യും. ഇവിടെ യാക്കോബിനെ നാം ശ്രദ്ധിച്ചാൽ ഗർഭത്തിൽ വച്ച് തന്നെ അവൻ അവന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു. യാക്കോബ് എപ്പോഴും രണ്ടാമനായിരുന്നു, ജനനത്തില്, ബലത്തില്, അപ്പന്റെ പ്രീതിയിലെല്ലാം. എന്നാൽ തന്റെ ഉപായം കൊണ്ട് തനിക്ക് മുമ്പനായിരുന്ന ജ്യേഷ്ഠന്റെ അനുഗ്രഹം അവൻ തട്ടിപ്പറിച്ചെടുത്തു. എന്നാൽ ഹോശിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം വചനത്തില് അവൻ ദൈവത്തോട് പൊരുതി പ്രാർത്ഥനയില് ദൈവത്തോട് സന്ധിച്ചു, ദൈവത്തിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള അനുഗ്രഹം പ്രാപിച്ചു. ദൈവം അവന് ഇസ്രായേൽ എന്ന് പുതിയ പേർ നൽകി. ഹല്ലേലൂയ. മുമ്പുള്ളത് നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളത് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു അളിച്ചത് കർത്താവ്. അവൻ സകലവും നിങ്ങൾക്ക് വേണ്ടി പുതുതാക്കും. യാക്കോബിന് പഴയ പേർ ചതിയൻ എന്നുള്ള പേർ മാറ്റിയിട്ട് ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രഭു എന്ന നാമകരണം
അവന് ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വീണ്ടും ശ്രദ്ധിച്ച യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വചനം. കഴുകൻ പ്രായമാകുമ്പോൾ സ്വസ്ഥമായി പാറയുടെ പിളപ്പിൽ പോയി തങ്ങുന്നു. അതൊന്നും തിന്നാതെയും കുടിക്കാതെയും പല ദിവസങ്ങൾ ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കും. ആ സമയത്ത് പഴയ തൂവലുകളെല്ലാം കൊഴിഞ്ഞു പോകും, പുതിയ തൂവലുകൾ മുളയ്ക്കും, ശരീരത്തിലെ കൊഴുപ്പ് മുഴുവനും അലിഞ്ഞു പോകും. അതിനുശേഷം ശക്തിയായിട്ട് പുതു ശക്തി പ്രാപിച്ചുകൊണ്ട്, ബലം പ്രാപിച്ചുകൊണ്ട് അത് വാനവിരവിൽ പറന്നുയരും. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ പുതു ശക്തി പ്രാപിച്ചു. ദൈവം പുതു ബലം തന്ന് ദൈവം നിങ്ങളെ വാനവിരവിലോട്ട് കർത്താവിന്റെ വരവെങ്കിൽ പറന്നുയരുന്ന തരത്തില് ഒരുക്കിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 22-ാം വചനത്തില് ശൗൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി പ്രാപിച്ചു, അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. പിന്നെ ബലം ക്ഷീണിച്ചെന്ന് പൗലോസിനെ കുറിച്ച് വേദപുസ്തകത്തില് എങ്ങും പറയുന്നില്ല. വീണ്ടും ശ്രദ്ധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വചനത്തില് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാവും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് ലോകത്തിലായിരുന്നപ്പോഴ് പുതുബലം പ്രാപിക്കാനായിട്ട് മരുഭൂമിയിൽ 40 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. പുതിയ ബലത്തോടെ പിശാചിനോട് എതിർത്ത് നിൽക്കുകയും പരീക്ഷകളിൽ ജയാളിയാവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തില് ഉപവാസമുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, വിശുദ്ധ ജീവിതമുണ്ടോ, ദൈവം പുതു ശക്തിയാൽ പിശാചിനോട് എതിർക്കാൻ ശക്തി നൽകും, പ്രതികൂലത്തിൽ പതറാതെ നിൽക്കാൻ ശക്തി നൽകും, രോഗത്തിൽ സൗഖ്യം നൽകി ദൈവം നിങ്ങളെ വിടുവിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഏതവസ്ഥയിലും പുതിയ ശക്തിയാൽ അവൻ നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തും. അതെ, നിന്റെ ബലഹീനതയിൽ അവന്റെ ബലം പൂർണ്ണതയോടെ ഇറങ്ങും. അതെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവ് അതേ വാഗ്ദത്തം തരുന്നു, ദൈവത്തിന്റെ കൃപ നിനക്ക് മതി. പൗലോസിന് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ദൈവം പുതിയ കൃപയാൽ നിങ്ങളെ നിറയ്ക്കും. ദൈവത്തിന്റെ കൃപ രാവിലെ തോറും പുതിയത്. ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വചനത്തില് ഇതാ പ്രവാചകൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഞാൻ അകൃത്യത്തിൽ ഇരിക്കുകയാണ്. അവന് ദൈവം മറുപടി നൽകുന്നു, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പ്രവാചകനായ യെശയ്യായുടെ നാവിനെ കർത്താവ് ശുദ്ധീകരിച്ചു. ഇവിടെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അപ്പോസ്തലന്മാരുടെ പേരിൽ പതിഞ്ഞു. അവരുടെ നാവിനെയും ദൈവം ശുദ്ധീകരിച്ചു. പുതിയ നാവ് ലഭിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തോട് അപേക്ഷിക്കാം. അതെ, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ദൈവസന്നിധിയിൽ അപേക്ഷിച്ചാൽ ദൈവം പുതിയ അഭിഷേകത്താൽ ദൈവം ഈ ദിവസത്ത് നിങ്ങളെ നിറയ്ക്കും. റോമർ 12:1 പ്രകാരം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ദൈവത്തിന് ശരീരത്തെ സമർപ്പിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ കൂടെ ശിഷ്യഗണങ്ങൾ നടന്നു. ഒരുത്തൻ യൂദാസ് കർത്താവിനോട് കൂടെ നടന്നു. പക്ഷേങ്കിലോ അവന്റെ നോട്ടം കർത്താവിലല്ലായിരുന്നു, ദ്രവ്യത്തില്, നാശത്തിലോട്ട് പോയി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പാപ വഴിയിലൂടെയുള്ള യാത്ര മതിയാക്കുക. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് ഉണ്ണിയേശുവിനെ കണ്ടെത്തിയ വിദ്വാൻമാർ അവർ കർത്താവിനെ കണ്ട ശേഷം മത്തായി 2:12 അവർ വേറെ വഴിയായി മടങ്ങിപ്പോയി. നാം കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പഴയ പാപ വഴിയിലൂടെ പിന്നെ നടന്ന് പാതാളത്തിലോട്ട് പോകാനുള്ളതല്ല, പുതിയ വഴിയിലൂടെ, ജീവന്റെ പുതുക്കമുള്ള വഴിയിലൂടെ നടക്കേണ്ടവരാണ്. അതെ, ദൈവം നമ്മിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം നാം വായിച്ചാല് അത്തിമരം ഫലം കൊടുക്കാതിരുന്നതുകൊണ്ട് കർത്താവ് അതിനെ ശപിച്ചു. ഫലം നൽകാതിരുന്നാൽ ശാരീരിക മരണവും നിത്യമരണവും ആത്മാവിന്റെ മരണവും സംഭവിക്കും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിലിടും. ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നുണ്ടോ? മാനസാന്തരത്തിന്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നുണ്ടോ? നന്മ ചെയ്യുന്നതിൽ തളരാതിരിക്കുന്നുണ്ടോ? അതോ ഒരു നന്മയും ചെയ്യാതിരിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, പുതുക്കം പ്രാപിച്ച പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാം.
അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളും. എസേക്കിയേൽ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 21-ാം വചനം. എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു നൽകുന്നത്. ഹൃദയം കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം എഴുന്നേൽക്കാം. കർത്താവ് പുതിയ അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു. പുതിയ അനുഗ്രഹത്താൽ നിങ്ങളെ എതിരേൽക്കാൻ പോകുന്നു. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ, കർത്താവേ, പാപ ജീവിതം ഞാൻ ഉപേക്ഷിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നാം ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവ് പ്രാപിക്കണമെങ്കിൽ ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുക, പാപ ജീവിതം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുക. കർത്താവ് കൃപയോട് നിങ്ങളെ കൈക്കൊള്ളും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നു. കണ്ണുകൾ അടച്ചാട്ട് ഹൃദയം ഏകാഗ്രപ്പെടുത്താം. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, ഞാൻ പാപിയായി ജീവിക്കുന്നു, എന്നോട് കൃപ ചെയ്യണം. ഉള്ള അവസ്ഥ അതെ ദൈവസന്നിധിയിൽ പറയാം. പരീശനും ചുങ്കക്കാരനും ദൈവസന്നിധി കടന്നു ചെന്നു. ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, പാപിയായി എന്നോട് കൃപ ചെയ്യണമേ. അപ്രകാരം ദൈവസന്നിധിയില് പാപകുറ്റങ്ങൾ ഏറ്റുപറയാം, ഉപേക്ഷിക്കാം, കർത്താവിന്റെ കൃപയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തവർ, യേശുവേ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ, അങ്ങേക്കായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്റെ പാപ ജീവിതം ഉപേക്ഷിക്കുന്നു, അങ്ങ് ഞാൻ ലോകരക്ഷിതാവായിട്ടും കർത്താവായിട്ടും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അങ്ങന്റെ പാപ പരിഹാരകനായിട്ട് കാൽവരി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമായിട്ട് അങ്ങേ ഞാൻ അംഗീകരിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അപ്രകാരം കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാട്ട് ശരീരത്തില് നൂലോ ചരടോ തകിടോ അത് രഹസ്യഭാഗത്ത് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിഞ്ഞു കളകാം. അത് നിങ്ങൾക്ക് അനുഗ്രഹമല്ല, അത് ശാപം കൊണ്ടുവരുന്ന ഘടകമാണ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ, ശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം, മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം, മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത എല്ലാ കരങ്ങളും നീന്തിയിട്ടല്ലാതെ എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. കർത്താവ് നിങ്ങളുടെ കരത്തിൽ തൊടാൻ പോകുന്നു. കർത്താവ് കരം പതിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. സീക്കൽ ബാർ ഈക്കൽ ബാർ അസീക്കൽ ബാർ ഇലബറ ബറ 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 അസദൽ ദൂരി കൽബാർ ഈക്കൽ ബാർ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരി വിടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കുന്ന വചനപ്രകാരം പുതുശക്തിയാൽ ആഗ്നി അഭിഷേകത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലത്തിന് സൗജന്യമായിട്ട് കുടിക്കട്ടെ എന്ന വചനപ്രകാരം ആഗ്നിയാൽ ആത്മദാഹത്തോടെ ദൈവസന്നിധിയിൽ കൃപയ്ക്കായിട്ട് യാചിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ഇതാ കരം പതിപ്പിച്ച് സ്വർഗീയ അഗ്നിയാൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകനായ യെശയ്യാവിന്റെ നാവിനെ തൊട്ട് ശുദ്ധീകരിച്ച ദൈവം അപ്പോസ്തലന്മാരുടെ നാവിന്മേല് അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അയച്ചു കൊടുത്ത് അവരെ ശുദ്ധീകരിച്ച ദൈവം. മുമ്പുള്ളവ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്ന വചനപ്രകാരം കല്ലായുള്ള ഹൃദയം നീക്കിക്കളഞ്ഞുകൊണ്ട് മാംസളമായുള്ള ഹൃദയം നിങ്ങളുടെ ഉള്ളത്തിൽ ഇതാ കർത്താവ് വച്ചുപിടിപ്പിക്കുന്നു. പുതിയൊരു ആത്മാവിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് അയക്കുന്നു. കറണ്ട് അടിക്കുന്നത് പോലെ, ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുന്നു.
ഹാളിനകത്തും പുറത്തും, പഴയ ഹാളിലും പുതിയ ഹാളിലും തെന്നിനകത്തും എല്ലാം കർത്താവിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കരമുയർത്തി കരം തട്ടി ദൈവത്തിന്റെ അത്യന്ത ശക്തി ഏറ്റെടുത്താട്ടെ. പുതുശക്തിയാൽ, പുതുകൃപകളാൽ, പുതു അഭിഷേകത്താൽ വാസന്തി മകളുടെ ഭാവി എന്താകുന്ന ഭാരത്തോടെ നിലവിളിക്കുന്ന വാസന്തി മകൾക്ക് ഇതാ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ചെയ്ത് ഒരുക്കുന്നു. കരം തട്ടി ക്രിസ്ത്യാസിന് മാറ്റപ്പെടുത്തിയാട്ടെ. വിദേശത്ത് കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിർമ്മലൻ കർത്താവ് ഇതാ നിങ്ങളെ ആഗ്രഹിക്കുന്ന ദേശത്ത് അയച്ച് നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ പോകുന്നു. കാലിലെ ആണി രോഗത്തിന്റെ വേദനയാൽ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം പതിപ്പിച്ച് നിങ്ങളുടെ കാലിലെ ആണി രോഗത്തിന്റെ വേദന കർത്താവ് എടുത്തു മാറ്റി. ഇനി കാലിലെ ആണി രോഗമില്ല. കരം തട്ടി ക്രിസ്ത്യാസിനെ മഹത്വപ്പെടുത്തിയാട്ടെ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയാട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആശുപത്രികളിലോ ഭവനങ്ങളിലോ കിടത്തിയിട്ട് വന്നിട്ടുള്ളവർ കരമുയർത്തിയാട്ടെ. പിതാവേ, അങ്ങയുടെ അത്ഭുതകരമയച്ച് അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, വ്യാധികളെ വഹിച്ചു എന്ന വചനപ്രകാരം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ വചനപ്രകാരം ഈ മക്കളുടെ മേലുള്ള ഇവരുടെ പ്രിയപ്പെട്ടവർ ആശുപത്രികളിലോ ഭവനങ്ങളിലോ കിടത്തിയിട്ട് വന്നിട്ടുള്ളവർ, ദൂരദേശത്ത് വിദേശങ്ങളില് ഇവരുടെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നുവെങ്കിൽ അവർക്കും അത്ഭുത സൗഖ്യം നൽകി കഴിഞ്ഞിരിക്കുക. സ്തോത്രം. ഹൃദയ രോഗത്തിൽ നിങ്ങളുടെ പ്രിയമക്കളെ വിടുവിച്ചിരിക്കുക. സ്തോത്രം. എല്ലാ ബ്ലഡ് പ്രഷറിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുവിച്ചിരിക്കുക. സ്തോത്രം. ഡയബറ്റിക് കംപ്ലൈന്റിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ക്യാൻസർ അണുക്കളെ കരിച്ചതിന്റെ മക്കളെ സാക്ഷികളാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അസ്ഥി തേയ്മാനത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കിഡ്നി തകരാറുകളിൽ നിന്റെ മക്കളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. വിദേശത്തും ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവർക്കും അങ്ങ് അത്ഭുത സൗഖ്യം നൽകി കഴിഞ്ഞിരിക്കുക. സ്തോത്രം. ഏതൊക്കെ രോഗസൗഖ്യത്തിന് വേണ്ടി ഈ പ്രിയ മക്കൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അങ്ങയുടെ അത്ഭുതകരം അയച്ച് മരിച്ച ലാസനെ വീണ്ടും ജീവിപ്പിച്ച കർത്താവ് പുതുജീവൻ നൽകി രോഗത്തിൽ മരണം സംഭവിക്കുമെന്ന ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയമക്കളെ അങ്ങ് വിടുവിച്ചു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. ഒരു സഹോദരി തനിക്ക് ഏക മകനാണ്, ആശുപത്രിയിൽ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയില് മകനെ കിടത്തിയിട്ട് ഡോക്ടർമാർ കൈമലർത്തിയ സാഹചര്യത്തില് ഇനി ചെയ്യാൻ മരുന്നില്ല, ദൈവത്തോട് നിലവിളിക്കുന്ന പറഞ്ഞയച്ച സാഹചര്യത്തില് നിലവിളിയോടെ എത്തിയിരിക്കുന്ന സഹോദരി ഈ സമയത്ത് മരണം നോക്കി ആശുപത്രി കിടന്ന മകനെ കർത്താവ് ജീവിപ്പിച്ചിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തേക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന ചലിക്കുന്ന എല്ലാ ചൈതന്യം നൽകേണ നവജീവൻ വേണം, ചൈതന്യം നൽകേണ നവജീവൻ വേണം. മുമ്പുള്ള നിങ്ങൾ ഓർക്കേണ്ട,
പണ്ടുള്ളവ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നെന്ന് അരുളിച്ചെയ്ത കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പരീക്ഷ എഴുതി തോറ്റുകൊന്നു ഭാരത്തോടെ നിൽക്കുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ കരമുയർത്തിയാട്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ദേശത്ത് ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടിയും കരമുയർത്തിയാട്ട്. പിതാവ് ഉന്നത വിജയവും ഉന്നത ഭാവിയും നൽകി ഈ മക്കളുടെ കണ്ണീരങ്ങ് തുടയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. കടബാധ്യതയിൽ ഭാരത്തോടെ നിൽക്കുന്നവർ കരമുയർത്തിയാട്ട്. പിതാവേ ഈ മക്കളുടെ കടം അഴിച്ചു കൊടുത്തു ഈ മക്കളുടെ കണ്ണീർ തുടയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തിയാട്ട്. പിതാവ് അവരുടെ പ്രിയപ്പെട്ടവർക്ക് മാനസാന്തരം നൽകി ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി അങ്ങ് മാറ്റാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ ഭാരത്തോടെ കടന്നു വന്നവർ കരമുയർത്തിയാട്ടെ. പിതാവ് ഈ മക്കൾക്ക് അങ്ങ് ഭവനം ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. കുടുംബജീവിതം തകർന്ന് ഭാരത്തോടെ എത്തിയവർ കരമുയർത്തിയാട്ടെ. പിതാവേ ഈ കുടുംബങ്ങളെ അങ്ങ് പണിയാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ സാക്ഷികളായിട്ട് കൊണ്ടു നിർത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. തലമുറയില്ലാതെ ഭാരത്തോടെ വന്നവർ കരമുയർത്തിയാട്ടെ. പിതാവേ ഈ മക്കൾക്ക് തലമുറ നൽകി അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. കരം തട്ടി വാഗ്ദത്തം ഏറ്റെടുത്താട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഇരിക്കുമാറാട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.